ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിക്കുന്ന സമയത്ത് നല്ലപോലെ ശ്രദ്ധിക്കണം. കാരണം അതിൻ്റെ പുറകിൽ സാമ്പത്തിക ഇടപാടുകൾ വരും. സാമ്പത്തിക ഇടപാടുകൾ വരുമ്പോഴാണ് ഓരോ സ്ഥാപനത്തിൻ്റെയും തകർച്ചയിലേക്ക് കാര്യങ്ങൾ പോകും. ഞാനിവിടെ പറയുന്നതുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കും, നമ്മുടെ മന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകും. ഞാനിത് പറയാൻ കാരണം എന്താ വെച്ചാൽ എൻ്റെ 2-3-4 അനുഭവമുണ്ട്, എല്ലാം പറയുന്നില്ല. ഒറ്റ അനുഭവം മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും. ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ചു. അത് രൂപീകരിച്ച ഡിഫറൻ്റ്ലി ഏബിളായിട്ടുള്ള കുട്ടികളെ സഹായിക്കാൻ വേണ്ടിയാണ്, അവർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ട്രസ്റ്റ് രൂപീകരിച്ചു. അവർ ഈ ഡിഫറൻ്റ്ലി ഏബിളായിട്ടുള്ള, പ്രത്യേകിച്ചും ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടികളെ സെലക്ട് ചെയ്തു. അവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു പദ്ധതിയും അവർ തയ്യാറാക്കി. അതിനുശേഷം ഓരോ അന്ധരായ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി അവർ പണവും സ്വരൂപിച്ചു. അങ്ങനെ പണം സ്വരൂപിച്ചതിന് ശേഷം എന്നോട് പറഞ്ഞു അതൊന്ന് ഉദ്ഘാടനം ചെയ്തു തരണം. അപ്പം ഞാൻ സന്തോഷത്തോടു കൂടിയാണ് പോയത്. കാരണം അന്ധരായിട്ടുള്ള കുട്ടികൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ വേണ്ടിയുള്ള ഫണ്ട് കൈമാറുന്ന ചടങ്ങിനാണ് വിളിച്ചത്. ഞാൻ അവിടെ ചെന്ന് നല്ലപോലെ പ്രസംഗിച്ചു. ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് ഏറ്റവും മഹത്തരമായ കാര്യമാണ് ചെയ്യുന്നത്. കാരണം നമ്മുടെ സമൂഹത്തിൽ അന്ധരായ കുട്ടികൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ വേണ്ടിയുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയും അവർക്ക് വേണ്ട സാമ്പത്തിക സഹായം ചെയ്തു കൊടുക്കുകയും ചെയ്യണം. ഇതിനേക്കാൾ മഹത്തരമായ കാര്യമൊന്നുമില്ല എന്നെല്ലാം പറഞ്ഞ് ഞാൻ നല്ലപോലെ പ്രസംഗിച്ച് നല്ല ഗൈഡിയും കിട്ടി. അതിനുശേഷം ഇവർ ഫണ്ട് വിതരണം ചെയ്യാൻ വേണ്ടിയുള്ള തീരുമാനം മൈക്കിലൂടെ അറിയിച്ചു. മന്ത്രി ആ കുട്ടികളുടെ പേര് വിളിച്ചു, അവർക്ക് ഫണ്ട് ഇപ്പോൾ കൈമാറുമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ കൈമാറുമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ എഴുന്നേറ്റ് നിന്നു. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് നിന്ന്, അപ്പം മാധ്യമങ്ങളെല്ലാം ശ്രദ്ധിക്കണം, ഏറ്റവും പുറകിൽ നിന്നുള്ള ഒരു കുട്ടിയെ 2 പേര് അപ്പുറത്തും ഇപ്പുറത്തും ബ്ലൈൻഡായിട്ടുള്ള കുട്ടിയെ കൈപിടിച്ചുകൊണ്ടുവന്ന് സ്റ്റേജിലേക്ക് കയറ്റി. അതെല്ലാം അങ്ങനെ TV-യിൽ നല്ല കൃത്യമായി ചാനലുകൾ നന്നായി പകർത്തിക്കൊണ്ടിരിക്കുക. അതിനുശേഷം ഒരു കവറെടുത്ത് എൻ്റെ കയ്യിലേക്ക് തന്നു. അപ്പോൾ കവറ് തന്നു കഴിഞ്ഞപ്പോൾ കവറിൻ്റെ കനം കണ്ടപ്പോൾ തന്നെ എനിക്ക് സംശയമായി. ഇത്രയും കൂടുതൽ പൈസ ഉണ്ടോ എന്ന് ഞാൻ അവരോട് ചോദിച്ചു. നിങ്ങൾ കവറ് നല്ല കനമുണ്ട്, ഈ കൊടുക്കുന്ന കവറ് നല്ല കനമുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതിൽ ഇത്രയും കൂടുതൽ പൈസ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഉണ്ട്, കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സംശയമായി. അപ്പോൾ ഞാൻ വെറുതെ ഒന്നിങ്ങനെ തപ്പി നോക്കി. അന്ധർക്ക് കൊടുക്കുന്നതല്ലേ, കണ്ണ് കാണാത്ത കുട്ടികൾക്ക് കൊടുക്കുന്നതല്ലേ, അപ്പം നമ്മളെങ്കിലും നോക്കണ്ടേ. അങ്ങനെ തപ്പി നോക്കിയപ്പോൾ എനിക്കൊരു ചെറിയ സംശയം തോന്നി, ഇത് പൈസ അല്ല എന്ന്. അപ്പം ഞാൻ വേഗം കവർ ഇങ്ങനെ കീറാൻ വേണ്ടിയിട്ട് തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞു, കീറൊന്നും വേണ്ട, സാറൻ കൊടുത്താൽ പറ്റുന്നു. അപ്പോൾ എനിക്ക് കൂടുതൽ സംശയം. അപ്പോൾ കീറിയപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അവിടെ നടക്കുന്ന പ്രോഗ്രാമിൻ്റെ നോട്ടീസുകൾ ഈ കവറിൽ കുത്തി നിറച്ച് അതാണ് കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നത്. മനസ്സിലായോ? ഈ കടലാസുകളിലെ ഇങ്ങനെ അടുക്കി കവർ 2-3 ഒരു കവറിലിട്ട് കൊടുക്കുകയാണ്. നോക്കുമ്പോൾ ഇത്രയും കവർ ഇരിക്കുകയാണ്. ആ കവറിൽ മുഴുവൻ ഈ നോട്ടീസാണ് കയറുന്നത്. ഞാൻ അവിടെ വെച്ച് തന്നെ കുറച്ച് വയലൻ്റായി. സാധാരണ വയലൻ്റ് ആവാറില്ല. അപ്പോൾ തന്നെ അവരുടെ പേരിൽ നടപടിയെടുക്കണം, ആ ട്രസ്റ്റ് തന്നെ പിരിച്ചുവിടണം എന്നെല്ലാം പറഞ്ഞ് ചൂടാവേണ്ട അവസ്ഥ. അങ്ങനത്തെ